നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബഹളത്തിൽ മുങ്ങി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം. PMA ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് LDF കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി. വാക്കേറ്റം രൂക്ഷമായതോടെ LDF UDF അംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇടതു വലതു മുന്നണികളുടെ പൊറാട്ട് നാടകം അവസാനിപ്പിക്കണമെന്ന് BJP. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും BJP. പട്ടികജാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാഞ്ഞാൾ സ്വദേശിക്ക് ജീവപര്യന്തം 2,50,000 രൂപ പിഴയും വിധിച്ച് കോടതി. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന 14-കാരിയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ച സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായും കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും പോലീസ്. തട്ടിപ്പിന് ഇരയായത് പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം. കുരുക്കിലായത് കണയം മണ്ണാറംപാറ പ്രദേശവാസികൾ. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറംപാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയ്ക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുകയും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് നേരിടുകയുമാണെന്ന് നാട്ടുകാർ. കാട്ടാന ഭീഷണിയിൽ ചേലക്കര എളനാട് മേഖല. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തുന്നതായും പരാതി. വാർത്തകൾ വിശദമായി. ബഹളത്തിൽ മുങ്ങി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം. PMA ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങിയതോടെയാണ് ബഹളങ്ങൾക്ക് തുടക്കം. വാക്കേറ്റം രൂക്ഷമായതോടെ ഇടതു വലത് കൗൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇടതു വലതു മുന്നണികളുടെ പൊറാട്ട് നാടകം അവസാനിപ്പിച്ച് കൗൺസിൽ നടത്താൻ BJP ആവശ്യപ്പെട്ടു. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിലർ PAM ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഇടത് കൗൺസിലർമാർ നടുത്തളത്തിൽ ഇറങ്ങിയതോടെയാണ് കൗൺസിൽ യോഗം ബഹളമായത്. മുസ്ലിം ലീഗ് കൗൺസിലർ ഉമർ ഫാറൂഖ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് മുസ്ലിം ലീഗ് കൗൺസിലർ മാപ്പ് പറയണമെന്ന ആവശ്യമുയർന്നത്. എന്നാൽ സ്വർണം കെട്ട താരപ്പ എന്ന പാരഡി ഗാനം ആലപിച്ചാണ് UDF കൗൺസിലർമാർ പ്രതികരിച്ചത്. ഇടത് വലത് കൗൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കൗൺസിൽ യോഗം എത്തി. ഇടത് വലത് മുന്നണികളുടെ പൊറാട്ട് നാടകം അവസാനിപ്പിച്ച് കൗൺസിൽ യോഗം നടത്തണമെന്ന് BJP കൗൺസിലർ അനിത ആവശ്യപ്പെട്ടു. പാർലമെന്ററി മര്യാദ LDF കൗൺസിലർമാർ പാലിക്കണമെന്ന് UDF കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത് പറഞ്ഞു. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെച്ചു പോകണമെന്നാവശ്യപ്പെട്ട് അജണ്ട കീറിക്കളഞ്ഞ് BJP കൗൺസിലർമാർ സഭ വിട്ടു. ഇതോടെ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായി ചെയർപേഴ്സൺ അറിയിച്ചു. കൗൺസിൽ യോഗത്തിൽ കൗൺസിൽ അജണ്ടയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആക്റ്റിൽ പറയുന്നതല്ലേ, നിയമത്തിൽ പറയുന്നതല്ലേ. ഏതെങ്കിലും തരത്തിലുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ 7 ദിവസം മുമ്പ് ചെയർപേഴ്സന് രേഖാമൂലം കത്ത് നൽകണം എന്നല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളത്? അത് നിയമമല്ലേ? ആ നിയമമാണോ ഇവിടെ നടക്കുന്നത്? കൗൺസിൽ യോഗത്തിന്റെ മുമ്പാകെ ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കണമെങ്കിൽ 7 ദിവസങ്ങൾക്ക് മുമ്പ് കത്ത് നൽകണം എന്നാണ് പറയുന്നത്. ആ കത്ത് അജണ്ടയായി ഉൾപ്പെടുത്താം. ചെയർപേഴ്സണ് അത് അതിന്റെ നിയമമെന്ന് തോന്നുന്ന പക്ഷം, യുക്തമെന്ന് തോന്നുന്ന പക്ഷം അജണ്ടയായി ഉൾപ്പെടുത്താം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടികജാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാഞ്ഞാൾ സ്വദേശിക്ക് ജീവപര്യന്തം തടവും 2,50,000 രൂപ പിഴയും വിധിച്ച് കോടതി. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന 14 വയസ്സുകാരിയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും അല്ലാത്ത പക്ഷം വിവിധ വകുപ്പുകളിലായി 4 വർഷം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. പാഞ്ഞാൾ വില്ലേജിലെ ആലുംപടി പ്രദേശത്തെ പൂളക്കൽ പറമ്പിൽ വീട്ടിൽ 39 വയസ്സുള്ള അസനയാണ് ജീവപര്യന്തം തടവിനും
2,50,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചത്. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന 14 വയസ്സുകാരിയായ അതിജീവിതയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി പലതവണ ജോലി ചെയ്തു വന്നിരുന്ന കടയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതിജീവിതയുടെ കൂട്ടുകാരികളോട് പറഞ്ഞ വിവരം സ്കൂൾ അധികൃതർ മുഖേന ചെറുതുരുത്തി പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുഭാഷ് EV രജിസ്റ്റർ ചെയ്തു ആദ്യ അന്വേഷണം നടത്തിയ കേസ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് തുടരന്വേഷണം നടത്തി. പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. പ്രോസിക്യൂഷൻ 26 സാക്ഷികളെ വിസ്തരിച്ചു. 23 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. ലൈസൺ ഓഫീസർ GA SI ഗീത, CPO ഷമീം എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രതി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുവാനും അല്ലാത്ത പക്ഷം വിവിധ വകുപ്പുകളിൽ ആയി 4 വർഷം അധിക തടവ് അനുഭവിക്കുന്നതിനും വിധി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ശുപാർശയും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ച സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായും കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്ന ആളുടെ സംഘമാണെന്ന് സൂചനയെന്നും സമാന സംഭവത്തിൽ വയനാട്ടിൽ രഞ്ജിത്തിന് കേസുള്ളതായും പോലീസ് പറഞ്ഞു. തട്ടിപ്പിന് ഇരയായത് പാലക്കാട് ജില്ലയിലെ വിളയൂർ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഉള്ളവർ. വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരാണ് തട്ടിപ്പിനിരയാത്. ഇടപാടുകാരെ തൃപ്രയാറിൽ എത്തിച്ചത് രഞ്ജിത്ത് ഉൾപ്പെടുന്ന കുഴൽപ്പണക്കടത്ത് സംഘമാണ്. രൂപ ഡോളറിലാക്കി മാറ്റി നൽകാമെന്ന് എന്നറിയിച്ചാണ് സംഘം ഇവരെ തൃപ്രയാറിൽ എത്തിച്ചത്. ശേഷം ആക്രമിച്ച് മുളകുപൊടി സ്പ്രേ ചെയ്തു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം കുരുക്കിലായത് കണയം മണ്ണാറമ്പാറ പ്രദേശവാസികൾ. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്കു ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയിലേക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുന്നതായും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം കുരുക്കിലാകുന്നത് കണയം മണ്ണാറമ്പാറ പ്രദേശത്തെ ജനങ്ങളാണ്. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. 3 മണിക്കൂറാണ് ഈ പാതയിൽ ഗതാഗത കുരുക്ക് ഉണ്ടായത്. അതേസമയം രാത്രി സമയങ്ങളിൽ ആലിൻചൂട് ഭാഗത്ത് സൂചനാ ബോർഡ് വെക്കുമെങ്കിലും അത് വകവയ്ക്കാതെയാണ് വലിയ വാഹനങ്ങൾ ഈ പാതയിലൂടെ ചരക്കുമായി കടന്നുവരുന്നത്. ഇത് പാതയുടെ തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. കൂടാതെ പാതയിലെ ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുകയും റോഡിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ ചെർപ്പുളശ്ശേരി ബസ്സുകളുടെ സർവീസും രാവിലെ 9:30 വരെ സ്തംഭിച്ചു. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ജനങ്ങളും ദുരിതത്തിലായി. ശനിയാഴ്ച പുലർച്ചെ 3:30യോടെയാണ് 4 ലോറികൾ ഈ പാതയിൽ കുടുങ്ങിയത്. 3 ലോറികളിൽ അടക്കയും 1 ലോറിയിൽ ഉപ്പുമായിരുന്നു. വലിയ കയറ്റം മൂലമാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ പാതയിൽ നിന്നത്. വിവരമറിഞ്ഞെത്തിയ വാർഡ് കൗൺസിലർ സിനി മനോജ്, നാട്ടുകാർ എന്നിവർ സ്ഥലത്തെത്തി തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷം കൗൺസിലറുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം അവസാനിപ്പിക്കുന്നതുവരെ ആലിൻചൂട് ഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ കുളപ്പുള്ളിയിൽ നിന്നും ക്രെയിൻ എത്തിച്ചാണ് 4 ലോറികളും പാതയിൽ നിന്നും 10 മണിയോടെ നീക്കം ചെയ്തത്. ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഇന്ധനവില വർധനവും ലോറിയുടെ അറ്റകുറ്റപ്പണികൾക്കും പുറമെ ഒരു ക്രെയിനെത്തി വാഹനത്തിൽ കെട്ടി പാതയിൽ നിന്നും മാറ്റുന്നതിന് വലിയ ചെലവേറിയ കാര്യമാണെന്നും ഇത് ലോറിയുടെ മുതലാളിമാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നും ഡ്രൈവർമാർ പറയുന്നു. போர்டு இல்லாட்டா நாங்கள் வரும்போது போர்டு இல்லை, போர்டு இருந்தால் நாங்கள் வந்திருக்க மாட்டோம். எங்களுக்கு தெரியல, தெரியாமல் இந்த ரூட்டு வந்துட்டோம். போர்டு அங்கே இல்லை, ஆல்ரெடி போர்டே இல்லை. ഹെവി വെഹിക്കിൾ നോ എൻട്രി ബോർഡേ ഇല്ല. ബോർഡില്ലാത്ത വഴി കൂടെ ഞങ്ങള് ബോർഡ് ഇല്ലാതനാல தான் நாங்கள் വന്നത്. ബോർഡ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ വരുമ്പോൾ ബോർഡൊന്നും ഇല്ല. ബോർഡ് ലൊക്കേഷൻ കണ്ട വഴിക്ക് ഞങ്ങൾ കയറി വന്നു. വന്നു അൺടൈം കാട്ടി വന്നു. അതേസമയം പാതയിലെ വലിയ കയറ്റം ചുരുക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ശോചനീയാവസ്ഥയിലായ ഈ പാതയുടെ ദുരവസ്ഥ ഒരു വാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കില്ലെന്നും നഗരസഭയും MLAയും MPയും ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും വാർഡ് കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ദൂരെ നിൽക്കുന്ന വരുന്ന ആൾക്കാർക്ക് അറിയില്ല. അതിനെ അവിടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ഒരു ബോർഡ്, ഈ ഒരു കരാറുകാരെ ഓങ്ങല്ലൂർ റോഡ് അടയ്ക്കുമ്പോൾ, പട്ടാമ്പി റോഡ് അടയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ അവരോട് പറഞ്ഞ് വലിയൊരു ബോർഡ് അവിടെ സ്ഥാപിക്കുക.
അവിടെ ആ ആലുംചോട്ടിൽ 2 ഉദ്യോഗസ്ഥരെ നിർത്താം. ഇത് മാത്രമാണ് ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ വണ്ടികൾ വന്ന് ഇവിടെ പ്രദേശവാസികളുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. കാരണം ഏതെങ്കിലും നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് വന്ന് കുടുങ്ങുന്നത്. അവർക്കൊരു വെള്ളത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യമോ ഒന്നും ഈ പ്രദേശത്തില്ല. ഈ ഒരു 2-ാം വാർഡിലൂടെ പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡാണ് ഈ ഈ ഒരു അവഗണന നേരിടുന്നത്. വളരെയധികം പരിഗണന അർഹിക്കുന്ന ഒരു റോഡാണ്. ഇതൊരു ജനറൽ റോഡാണ്. ഒരിക്കലും ഒരു വാർഡിൻ്റെ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ രാഷ്ട്രീയപരമായി തള്ളിക്കളഞ്ഞ് ഇതിലേക്ക് ഒരു ഫണ്ട് വെക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ കണ്ണോടുകൂടെ ഇതിനെ കാണാതെ എല്ലാ MP-യും MLA ഒക്കെ ഒരു സമഗ്രമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ ദുരവസ്ഥ അടിയന്തരമായിട്ട് പരിഹരിക്കണം എന്നാണ് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചേലക്കര എളനാട് മേഖലകളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായി കാട്ടാനകൾ ഇറങ്ങുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന വ്യാപകമായ കൃഷിനാശം വരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തോപ്പിൽ മനോജിന്റെ വീട്ടിലെ വിറകുപൊരിയും വേലിയും റബ്ബർ മരങ്ങളും നശിപ്പിച്ച് വീട്ടുകാർക്ക് ഭീഷണിയായി വീടിന്റെ മുന്നിലും പിറകിലുമായി നിലയുറപ്പിച്ചു നിൽക്കുന്ന കാഴ്ചയായിരുന്നു. പ്രദേശത്തെ വീടുകളിലേക്കും ആനയുടെ വരവ് പ്രദേശികൾ ഭീതിയോടെയാണ് കാണുന്നത്. രാത്രികാലങ്ങളിൽ വീടുകളുടെ പിറകിൽ ക്യാമ്പ് ചെയ്യുന്ന കാട്ടാന ആളുകളുടെ ജീവിതം തന്നെ ഭീഷണിയാക്കി മാറ്റുകയാണ്. ഞങ്ങളുടെ വളപ്പിൽ ഇതേനെ വന്ന് ഈ ബാക്കിലൂടെ വന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിറകുവരുടെ കാലെല്ലാം തട്ടി വീഴ്ത്തിയതായിരുന്നു, പിന്നെ ക്ലിയർ ആക്കിയതായിരുന്നു. എന്നിട്ട് എൻ്റെ വീട് അതാണ്. ആ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിലൂടെ വന്നിട്ടാണ് ആ റബ്ബറിൻ്റെ എല്ലാം കൊമ്പൊടിച്ച് ആ പ്ലാവിൽ നിന്നെല്ലാം ചക്കയും പറിച്ച് തിന്ന് ആ വളപ്പിൽ കൂടെ പോയിട്ട് ഞങ്ങളുടെ റബ്ബറെല്ലാം നശിപ്പിച്ചിട്ടാണ് ആ റോട്ടിലോട്ട് കയറുന്നത്. ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി ഈ സ്ഥിരം ഒരേ സ്ഥലത്തുകൂടെ ഈ വീടിൻ്റെ സരികിൽ കൂടെ തന്നെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇവിടെ 2 നായകളുള്ളത് കൊണ്ട് മാത്രമാണ് ആന വീടിൻ്റെ പരിസരത്തെത്തി എന്നത് അറിയുന്നത്. ഈ ആനകളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്ഥിരമായി വരുന്നത് കൊണ്ട് വീട്ടിൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും സമാധാനമില്ലാതായിരിക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, അപ്പുറത്തെ വീടുകൾക്കും ഞങ്ങളുടെ അപ്പുറത്തെ അമ്മാവന്മാരുടെ വീടുകൾക്കും ഒപ്പം ഞങ്ങളുടെ കൃഷിയും ഇതിയേന കടന്നു കഴിഞ്ഞാൽ കൃഷികളും വാഴയും എല്ലാം നശിപ്പിച്ചു പോകുമല്ലോ എന്നുള്ള ഭയമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പുതിയതായി നിർമ്മിക്കുന്ന 2 വരി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ പുരോഗമിച്ചു വരുന്നു. പാലം പണി പൂർണ്ണമാകുന്നതോടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ 3 പാലങ്ങളാകും. ഒപ്പം പൈങ്കുളം ഗേറ്റ് മേൽപ്പാലവും യാഥാർത്ഥ്യമാകും. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം പണിയുന്നതിന്റെ ഭാഗമായി മണ്ണ് പരിശോധനകൾക്ക് തുടക്കം കുറിച്ചു. വലിയ യന്ത്രം കൊണ്ടുവന്ന് മണ്ണിനടിയിൽ കിലോമീറ്റർ താഴ്ത്തിയാണ് മണ്ണിന്റെ പരിശോധന നടക്കുന്നത്. മണ്ണിന്റെ സാമ്പിൾ ശേഖരണവും നടന്നു. ദക്ഷിണ റെയിൽവേയുടെ കേരളത്തിലുള്ള 3 ഡിവിഷനുകളിൽ തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഭാരതപ്പുഴ തീരത്തെ പൈങ്കുളം ഗേറ്റ് പരിസരം. ഇവിടെ ട്രെയിനുകൾ കടത്തിവിടാൻ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാനാണ് ഭാരതപ്പുഴയിലെ 3-ാം പാലവും 3 പാത അടക്കമുള്ള പദ്ധതിയും വരുന്നത്. തൃശൂർ ജില്ലാ അതിർത്തിയിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങളും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ റെയിൽവേക്ക് 2 പാതകളാണുള്ളത്. ഇതോടെ 3-ാം പാത കൂടി പൂർത്തിയായാൽ യാത്രക്കാരുടെ നീണ്ടകാലത്തെ സ്വപ്നമായ പൈങ്കുളം റെയിൽവേ ഗേറ്റ് മേൽപ്പാലം യാഥാർത്ഥ്യമാകും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും PN പണിക്കർ അനുസ്മരണവും ലൈബ്രറിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സമ്മാനാർഹരായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം, അതിൻ്റെ ഫലമായി കുട്ടികൾക്ക് വേണ്ട പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഹൈടെക് ക്ലാസ് മുറികളും അതുപോലെ ലാബുകളും അതുപോലെ തന്നെ വസ്ത്രം, ഭക്ഷണം, ഉച്ചഭക്ഷണമുള്ള സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പാഠപുസ്തകങ്ങൾ എല്ലാം കൃത്യസമയത്ത് കൈകളിലെത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് SSLC+2 വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉൾപ്പെടെയുള്ളവർ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M. പ്രശാന്ത്, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി വൈസ് പ്രസിഡന്റ് RG പിള്ള, ലൈബ്രറി വൈസ് പ്രസിഡന്റ് P. സിന്ധു, KC രാജൻ, R. മണി, വേണുഗോപാൽ, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ റിപ്പോർട്ട് അവതരണവും ലൈബ്രറി ട്രഷറർ MC ശങ്കരൻ വരവ് ചെലവുകണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച, മറുപടി എന്നിവയുണ്ടായി. ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK രാമചന്ദ്രൻ സ്വാഗതവും ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ ഹരിദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം പണിതിട്ടും പഴയ കെട്ടിടം മാറ്റാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് താവളമാക്കാനായെന്ന് പരാതി.
കോട്ടായി സെന്ററിലുള്ള നമ്പർ 1 വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടമാണ് സാമൂഹ്യ വിരുദ്ധർക്ക് താവളമാക്കാനായി നിലനിർത്തിയിട്ടുള്ളതെന്നാണ് ആക്ഷേപം. നാശഭീഷണിയിലായ പഴയ കെട്ടിടം പൊതുജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഭീതിയിലാക്കുകയാണ്. കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. കോട്ടായി സെന്ററിലുള്ള നമ്പർ 1 വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടമാണ് സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിട്ടുള്ളത്. പുതിയ കെട്ടിടം 2024 ഫെബ്രുവരി 3 പ്രവർത്തനം തുടങ്ങിയതാണ്. 2.5 വർഷമായിട്ടും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നതായാണ് പരാതി. പുതിയ കെട്ടിടത്തിന്റെ തൊട്ടുപിന്നിലുള്ള പഴയ കെട്ടിടം ചോർന്നൊലിച്ചും മറ്റും ഏത് സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ദിവസേന 100 കണക്കിന് ആളുകൾ പലവിധ ആവശ്യത്തിനായി എത്തുന്ന വില്ലേജ് ഓഫീസിന് തൊട്ടടുത്തായി നാശഭീഷണിയിലായ പഴയ കെട്ടിടം പൊതുജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഭീതിയിലാക്കുകയാണ്. ഉപയോഗശൂന്യമായ പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം ഉടൻ നീക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഏറ്റവും വലിയ ലോകകപ്പ് മോഡൽ എക്സിബിഷൻ പനമണയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 36 അടി ഉയരമുള്ള ട്രോഫിയുടെ അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ട്രോഫിക്കൊപ്പം ലോകകപ്പിന്റെ ചരിത്രം പറയുന്ന ചിത്രപ്രദർശനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഫുട്ബോളിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന സംരംഭകനും പനമണ്ണ സ്വദേശിയുമായ യാസർ പുതിയടത്താണ് ഈ കൂറ്റൻ ലോകകപ്പ് ട്രോഫിയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഞായറാഴ്ച വൈകിട്ട് 3 ട്രോഫി സ്ഥാപിക്കലും ഉദ്ഘാടനവും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ നിർവഹിക്കും. ജൂലൈ 12 തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രദർശനമുണ്ടാകുക. തിരക്ക് നിയന്ത്രിക്കാൻ ഉദ്ഘാടന ദിവസം പാസ് വെച്ചായിരിക്കും പ്രദർശനം. പാസിനായി പനമണ്ണയിൽ പ്രവർത്തിക്കുന്ന PT ആർട്സ് സ്ഥാപനവുമായി ബന്ധപ്പെടാം. പെരിന്തൽമണ്ണയിൽ നിർമ്മാണത്തിലിരിക്കുന്നത് ട്രോഫിയുടെ മാതൃകയ്ക്ക് 28 അടിയാണ് ഉയരം. ഇതിരിക്കുന്ന സ്റ്റാൻഡ് കൂടിയാകുന്നതോടെ 36 അടിയിലെത്തും. 6 ലക്ഷം രൂപയോളമാണ് ഇതിന്റെ ചെലവ്. ട്രോഫി സ്ഥാപിക്കുന്നതിന്റെ ചുറ്റുമായാണ് ലോകകപ്പ് ചരിത്ര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. 1930 ലോകകപ്പ് മുതൽ 2022 ലോകകപ്പ് ജേതാക്കളുടെ ചിത്രങ്ങൾ വരെ ഉണ്ടാകും. ഓരോ ചിത്രത്തിന് കീഴിലും ഫൈനലിൽ എന്തു സംഭവിച്ചു എന്ന വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഒപ്പം ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകളും പ്രദർശനഗിരിയിൽ ഉണ്ടാകും. കഴിഞ്ഞ ലോകകപ്പ് കാലത്ത് നെയ്മറിന്റെ ഏറ്റവും ഉയരമുള്ള കട്ടൗട്ട് ഒറ്റപ്പാലത്ത് സ്ഥാപിച്ചത് ബ്രസീലിന്റെ ആരാധകർ കൂടിയായ യാസറിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ ഫുട്ബോളിനുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്തവണ എല്ലാ ആരാധകർക്കും കൗതുകമൊരുക്കാൻ ലോകകപ്പിന്റെ കൂറ്റൻ മാതൃക ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും PT ആർട്സ് സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ യാസിർ പുതിയടത്ത് പറഞ്ഞു. NK ജയരാജൻ, ജാഫർ സാദിഖ്, K അയ്യൂബ്, VV അലി അക്ബർ, അഹമ്മദ് ഹുസൈൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ ഫുട്ബോൾ കായിക പ്രേമികളും ഞായറാഴ്ച 3 മണിക്ക് ഇവിടെ എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യമാണ് ചെയ്യുന്നത്. എല്ലാ ഫാൻസുകാരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഈ പ്രാവശ്യമാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ലോകകപ്പ് 2026 പ്രവചന മത്സരം സംഘടിപ്പിക്കുന്നു. ലോകകപ്പിൽ ഫൈനലിൽ വിജയിക്കുന്ന രാജ്യം, ഫൈനലിൽ കളിക്കുന്ന രാജ്യങ്ങൾ ഏതെന്ന് പ്രവചിക്കുന്ന 2 ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. വിജയികളെ കാത്തിരിക്കുന്നത് ക്യാഷ് പ്രൈസുകളാണ്. ശരിയുത്തരം പ്രവചിക്കുന്നവർക്ക് 1ാം സമ്മാനമായി 10,000 രൂപയും 2ാം സമ്മാനമായി 7,500 രൂപയും 3ാം സമ്മാനമായി 5,000 രൂപയും നൽകുന്നു. മേൽപ്പറഞ്ഞ 2 ചോദ്യങ്ങൾക്കും ശരിയുത്തരം രേഖപ്പെടുത്തിയവരിൽ നിന്നും നറുക്കെടുത്ത് വിജയികൾക്ക് സമ്മാനം നൽകുന്നു. പ്രവചന മത്സരത്തിൽ എൻട്രികൾ സമർപ്പിക്കേണ്ട കൂപ്പണുകൾ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ച് ഒറ്റപ്പാലം, 12 മണിക്കൂർ പ്രഭാത സായാഹ്ന ശാഖ, ലക്കിടി, പത്തിരിപ്പാല, മണ്ണൂർ, അമ്പലപ്പാറ, അനങ്ങനടി, വാണിയംകുളം, കൂനത്തറ തുടങ്ങിയ 9 ബ്രാഞ്ചുകളിൽ നിന്നും നേരിട്ട് ലഭിക്കും. എൻട്രികൾക്ക് ബാങ്കിൽ സമർപ്പിക്കേണ്ട അവസാന ദിവസം ജൂലൈ 15 ബുധൻ വൈകുന്നേരം 5 മണി വരെയാണ്. ഒരു വ്യക്തി ഒരു എൻട്രി മാത്രമേ നൽകാൻ പാടുള്ളൂ. എല്ലാ പൊതുജനങ്ങൾക്കും പ്രവചന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക മുദ്ര പതിച്ച എൻട്രി ഫോമുകൾ മാത്രമേ നറുക്കെടുപ്പിന് പരിഗണിക്കുള്ളൂ. പകർപ്പുകൾ, ഫോട്ടോസ്റ്റാറ്റുകൾ എന്നിവ പരിഗണിക്കുന്നതല്ല. ലോകകപ്പ് ചരിത്രവുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ പരിധിയിലെ സ്കൂൾ കുട്ടികൾക്കായി ക്യൂസ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് പ്രവർത്തിക്കുന്ന പ്രദേശത്തും ക്ലബ്ബുകളും യുവജനങ്ങളുമെല്ലാം കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും പതാകകളുമെല്ലാം സ്ഥാപിച്ച് ലോകത്തെ ഫുട്ബോൾ പ്രേമികളോടൊപ്പം ചേർന്ന ദൃശ്യങ്ങളാണ് നാടെങ്ങും. ലോകകപ്പ് പോലൊരു മത്സരം നടക്കുന്ന സന്ദർഭത്തിൽ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുദ്ദേശിച്ചാണ് ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലോകകപ്പിൽ വിജയിക്കുന്നവരുടെ പേരുകൾ നേരത്തെ തന്നെ പ്രവചിക്കാനുള്ളൊരു മത്സരം ആലോചിച്ചിട്ടുള്ളത്. ഫൈനലിൽ മത്സരിക്കുന്ന 2 ടീമുകളുടെയും
ഫൈനലിൽ വിജയിക്കുന്ന രാജ്യത്തിൻ്റെയും പേര് പ്രവചിക്കുക എന്നതാണ് മത്സരം. ബാങ്കിന് 9 ശാഖയാണ് നിലവിലുള്ളത്. ഈ 9 ശാഖകളിലും ചെന്നാൽ മത്സര കൂപ്പൺ ബാങ്കിൻ്റെ ശാഖയിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂപ്പൺ വാങ്ങി കൊണ്ടുപോയി ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാങ്കിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ അത് പൂരിപ്പിച്ച് നിക്ഷേപിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഹളത്തിൽ മുങ്ങി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം. PMA ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചു എന്നാരോപിച്ച് LDF കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി. വാക്കേറ്റം രൂക്ഷമായതോടെ LDF UDF അംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇടത് വലത് മുന്നണികളുടെ പൊറാട്ട് നാടകം അവസാനിപ്പിക്കണമെന്ന് BJP. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും BJP. പട്ടികജാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാഞ്ഞാൾ സ്വദേശിക്ക് ജീവപര്യന്തം 2,50,000 രൂപ പിഴയും വിധിച്ച് കോടതി. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന 14-കാരിയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ച കേസിലാണ് വിധി. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ച സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായും കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും പോലീസ്. തട്ടിപ്പിന് ഇരയായത് പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം. കുരുക്കിലായത് കണയം മണ്ണാറംപാറ പ്രദേശവാസികൾ. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴി തിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറംപാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയ്ക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുകയും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് നേരിടുകയുമാണെന്ന് നാട്ടുകാർ. കാട്ടാന ഭീഷണിയിൽ ചേലക്കര എളനാട് മേഖല. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തുന്നതായും പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.